പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. അതിപ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മധ്യസ്ഥൻ കേവലം യേശുക്രിസ്തു മാത്രം, ഒരുവൻ മാത്രം, വേറൊരു മധ്യസ്ഥനില്ല. രണ്ട്, വിഗ്രഹങ്ങളോട് ദൈവം യോജിക്കുന്നില്ല. ഈ വിഷയം വചനത്തെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വിശുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇനി തുടർന്നുള്ള വീഡിയോകൾ ഞാൻ പറയുന്ന ദൈവവചനം കൂടാതെ ചില ക്ലിപ്പുകളിലൂടെ ഇതിൻ്റെ പിന്നിലേക്ക് ഞാൻ ആഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ക്രൈസ്തവ സമൂഹം മറിയയുടേതായിരിക്കുന്ന അതിപ്രധാനമായ മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും അത് മറ്റൊന്നിനും കൊടുക്കരുത് എന്ന് പ്രഥമമായി കൽപ്പിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നു. അങ്ങനെയെങ്കിൽ വിഗ്രഹങ്ങളോട് നാം അകന്നു നിൽക്കണം. ജീവനുള്ളവൻ ദൈവത്തെ നാം മരിച്ചവരുടെ ഇടയിലല്ല അന്വേഷിക്കേണ്ടത്. നാം ജീവിച്ചിരിക്കുന്നു. ആ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഈ വചനകേൾവിയിലൂടെ മറിയത്തോടുള്ള പ്രാർത്ഥനയിലെ പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തി വത്തിക്കാൻ സഹരക്ഷക, മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ല എന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു. എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണം. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം. നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത്. നിമ്മി മരിയ ജോസ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. നിമ്മി, ഒരു ഏകരക്ഷകൻ, മാതാവ് എന്നുള്ള സങ്കല്പത്തെ ഒരു രക്ഷക രൂപമായി വാഴ്ത്തേണ്ടതില്ല, ആരാധിക്കേണ്ടതില്ല, വിശേഷിപ്പിക്കേണ്ടതില്ല എന്നൊരു സ്പഷ്ടീകരണം ഇപ്പോൾ വരുന്ന എന്തു പശ്ചാത്തലത്തിലാണ്? എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട്? പിജി, ഈ ക്രിസ്തുമതം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അതിലധിഷ്ഠിതമായതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രേഖയിലൂടെ തന്നെ വ്യക്തത വരുത്താൻ വത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സമീപകാല പശ്ചാത്തലം തന്നെയാണ്. ഇപ്പോൾ സഭ പുതുക്കലുകൾക്കും അല്ലെങ്കിൽ പുതിയ രേഖകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നത് പല പഠനങ്ങളും സമീപകാല അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കന്യാമറിയത്തെയും ദൈവമായി സങ്കല്പിച്ച് വിശ്വാസങ്ങളിൽ നിന്ന് മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് സഭ ഈ വ്യക്തത വരുത്തുന്നത്. അതായത് ഏകദൈവം, 3 ഭാവങ്ങളിൽ ത്രിത്വം, അപ്പോൾ അതിനപ്പുറമുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഈ രേഖയിൽ വരുന്ന വ്യക്തത. ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാതാവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ പാസ്റ്റർ പ്രദീപ്. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കേട്ടുവരുന്ന ഒരു ചിന്തനീയമായ ഒരു വിഷയമാണ് മറിയയെക്കുറിച്ചുള്ള വിഷയം. പാരമ്പര്യ കാലം മുതലേ അനുഷ്ഠിച്ചു വന്ന ചില അനുഷ്ഠാനങ്ങൾക്കും മറിയയെ മധ്യസ്ഥത ആയി എടുത്ത് ഇതര സഭകൾ അതിന് പ്രാധാന്യം നൽകുന്ന വിഷയത്തെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി ഈ വിഷയങ്ങൾക്ക് മറുപടി നൽകിയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം വ്യക്തമായി വായിച്ചവർക്ക് അതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവവചനത്തിൽ ഉത്തരമില്ലാത്ത ഒരു ചോദ്യങ്ങളുമില്ല. കാരണം ദൈവവചനം നാം പഠിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലതിലും നാം അകപ്പെട്ടു പോകുന്നത്. ഇന്നേക്ക് 2000 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കാനുള്ള ഏക മുഖാന്തരം എന്ന് പറയുന്നത് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് പിതാവായ ദൈവം
പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മോടുള്ള സ്നേഹം കർത്താവ് പ്രകടമാക്കേണ്ടതിന് പഴയ നിയമ കാലഘട്ടത്തിലെ യാഗങ്ങൾക്കൊന്നും ഇനി ഒരു സാധ്യതകളില്ല എന്ന് തിരിച്ചറിഞ്ഞ്, ജനത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആമേ സ്വയം മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് 33 തിരുവയസ്സ് വരെ ഈ ഭൂമി ജീവിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥയാണയുന്നു. നമുക്ക് വേറൊരു മധ്യസ്ഥനില്ല. നമ്മുടെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം, യേശുവിൻ്റെ ജനനത്തിങ്കൽ ഹെരോദാവിൻ്റെ അടുക്കൽ ഈ വിവരങ്ങളൊക്കെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ അവർ യേശുവിനെ കാണുവാൻ കടന്നു പോകുമ്പോൾ ആ 11-ാമത്തെ വാക്യം 2-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 2-ാം കാണാം. വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, മറിയോട് കൂടെ കണ്ടെങ്കിലും അർപ്പിക്കേണ്ട വഴിപാടുകൾ അല്ലെങ്കിൽ മഹത്വം കൊടുക്കേണ്ടത് യേശുവിനാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, നമ്മുടെ ജീവിതയാത്രയിൽ 70-80 വർഷങ്ങൾ അല്ലെങ്കിൽ 100 വരെയൊക്കെ കഷ്ടിച്ച് നമ്മൾ ജീവിക്കുന്നവരുണ്ടാകാം. 105-106 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഈ ആയുസ്സിൽ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മളൊരു പൂർണ്ണ ആത്മീക മനുഷ്യനായി മാറുവാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഇതര സഭകൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഒരു മധ്യസ്ഥത എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പറയട്ടെ, മറിയയെ ഭാഗ്യവതി എന്ന് പറയും, അല്ലെങ്കിൽ പ്രശംസിക്കും. നമുക്ക് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്താൽ ആ വ്യക്തിയെ പ്രശംസിപ്പാൻ റൈറ്റുണ്ട്. പക്ഷെ ആരാളിലൂടെയാണോ ആ പ്രവർത്തിച്ചത് അതിൻ്റെ മൂലവസ്തുവിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഓർപ്പിക്കാറുണ്ട്, ഒരു സാധനം, വിലപിടിപ്പുള്ളൊരു സാധനം മാർക്കറ്റിൽ പോയി മേടിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ സാധനത്തിൻ്റെ കൂടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു കവറേജ് കൊടുക്കും. ഒന്നെങ്കിൽ ഒരു നല്ല പാക്കറ്റ്, ഒരു TV മേക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കമ്പനി അതിനെ നാശം സംഭവിക്കാതെ അത് നമ്മുടെ കയ്യിൽ ലഭിക്കേണ്ടതിന് അതിന് ഭദ്രമായ കവറേജുകൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞതുപോലെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമി വെളിപ്പെടുത്തേണ്ടതിന് ദൈവം ഉപയോഗിച്ച ഒരു മാനപാത്രമാണ് മറിയ. ഒരിക്കലും മറിയെ തള്ളിപ്പറഞ്ഞ് ബെന്തിക്കോസ് സമൂഹം തള്ളിപ്പറയുന്നില്ല. കാരണം ആ കാലഘട്ടത്തിൽ ദൈവം അനുസരിച്ചപ്പോൾ വിശുദ്ധയായ എന്ന് പറഞ്ഞാൽ വളരെ നിർമ്മലതയോട് ജീവിക്കുന്ന കന്യകയായിരിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയിൽ ദൈവമഹത്വം വെളിപ്പെടാൻ ഒരു കാര്യമുണ്ട്. ഈ ആലോചന തന്നോട് ദൈവം പറയുമ്പോൾ തനിക്ക് വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്ന യോസഫ് ഒരു ഭാഗത്തുണ്ട്. ഈ യോസഫ് അവിടെ നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് സമൂഹം എന്ത് പറയുന്ന ഒരു ചിന്ത തന്നെ ഭരിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ അപവാദങ്ങൾ ഓർത്ത് നമ്മൾ പലതും തള്ളിക്കളയാറുണ്ട്. എന്നാൽ മുഴുലോകത്തിൻ്റെ രക്ഷകൻ നിന്നിൽ ഉളവാകുമെന്ന് പറയുമ്പോൾ വിവാഹ നിശ്ചയം കഴിച്ചിരുന്നു എന്നുള്ളത്, യോസഫ് എന്ന് പറയുന്ന സഹോദരനുമായി വിവാഹ നിശ്ചയം കഴിച്ചിരുന്നു എന്നുള്ള തെളിവ് ബൈബിൾ പറയുന്നു. അപ്പോൾ തന്നെ അവളൊരു കന്യകയാണ്. ഈ മറിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ മറിയ
ഒരു നല്ല മനപാത്രമായി മുഴുലോകത്തിൻ്റെ രക്ഷിതാവ് തന്നിൽ ഉരുവാകപ്പെട്ടപ്പോൾ, ആമേൻ, കർത്താവേ, ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലും എനിക്കത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. പലപ്പോഴും അപവാദങ്ങളും വേദനകളും ജീവിതത്തിൽ, ആമേൻ, ദൈവത്തെ പ്രതി ഏറ്റെടുക്കാൻ മടിക്കുമ്പോൾ കന്യകയായിരിക്കുന്ന മറിയ അതിനു വേണ്ടി സമർപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം, പെന്തക്കോസ്ത് ദൈവമക്കൾ, ആമേൻ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച മറിയയെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ ആരെ ആരാധിക്കണം? ആമേൻ, 10 കൽപ്പനകളിൽ ആമേൻ വചനം പഠിക്കുമ്പോൾ കാണുന്നു, മേലെ സ്വർഗത്തിലെങ്കിലും ഭൂമിയിൽ, ആമേൻ, യാതൊന്നിൻ്റെ നിങ്ങൾ പ്രതിമയുണ്ടാക്കരുത്. ആമേൻ, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവേ, ദൈവത്തെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള വ്യവസ്ഥകളൊക്കെ ദൈവവചനത്തിലുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മറിയ ആമേ ഏറ്റവും ഉത്തമമായ ഒരു മാതൃക കാണിച്ചു തന്ന ഒരു സംഭവം. പക്ഷെ ദൈവവചനം പറയുന്ന ഒരിക്കലും ആരാധിക്കുവാൻ വ്യവസ്ഥയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ആ സാധനം, ആമേൻ, പായ്ക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആ കവർ ഇല്ലായിരുന്നു എങ്കിൽ, ഈ പാക്കറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ വഴി വെച്ച് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. വാഹനത്തിൽ കയറുമ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാനപാത്രമായി ദൈവം കണ്ട് ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മറിയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവനെന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ആ വ്യക്തിയുടെ ആസ്തിയും ആ വ്യക്തിയുടെ സ്വാധീനവും ആ വ്യക്തിയുടെ ശക്തിയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ, നമ്മളൊരു വിഷയം കണ്ടാൽ നമ്മൾ പറയും, ആമ ഇന്നയാൾ ഇന്നതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തോണം, അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സകലതും പറ്റും. മറിയയുടെ ഉള്ളത്തിൽ, ഹൃദയത്തിൽ, അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവാകപ്പെട്ട യേശു ക്രിസ്തു, ലോകത്തിൻ്റെ രക്ഷകൻ, ആ രക്ഷകന്റെ ജനനം മറിയക്കറിയാം. മാനുഷിക ബുദ്ധിയിലല്ല, ഈ ലോകത്തിലെ ഒരു പിതാവിനാൽ ഉരുവാക്കപ്പെട്ടതല്ല. അതുകൊണ്ട് മറിയക്കറിയാം, ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത് എൻ്റെ യേശുവിന് ചെയ്യാൻ കഴിയും, എൻ്റെ ഉദരത്തിൽ ഉരുവായവന് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ മറിയ ഈ വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ മറിയ പറയുന്നു, ഇവിടെ ആ കാനാവിലെ കല്യാണത്തിൽ ഹല്ലേലൂയ വിരുന്നുവാഴികളുണ്ട്, ഹല്ലേലൂയ, അവിടെ കലവറ സൂക്ഷിപ്പുകാരുണ്ട്, മനോഹരമായ വീഞ്ഞുകൾ പകരുവാൻ കഴിയുന്നവരുണ്ട്. പക്ഷെ മാസങ്ങളോളം എടുത്ത് ചെയ്യുന്ന ഈ പ്രക്രിയ, ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ അവന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഇവന്മാരുടെ ഇടയിൽ അധികം പ്രധാനപ്പെട്ടതായിരുന്നു വീഞ്ഞ്. ഈ വീഞ്ഞ് എന്തു ചെയ്യണം? ഒരു ദിവസം കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ടൊന്നും നടക്കത്തില്ല. ഇവിടെ രുചികരമായതും സ്ഥിതി മാറ്റാനും കഴിയുന്നത് യേശുവിനെ പറ്റുള്ളെന്ന് തിരിച്ചറിഞ്ഞിട്ട് യേശുവിനോട് ചെന്നിട്ട് മറിയ പറയുന്നു, അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് പോരാതെ വരിക. അതിന് കർത്താവ് പറയുന്നതിന് മുമ്പ്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അവന് ചിലത് എൻ്റെ യേശുവിന് ചിലത് സാധിക്കുമെന്ന് അറിയുന്ന ഒരേ ഒരു വ്യക്തി മറിയയാണ്. ഇന്ന് പകൽക്കാലം മറിയെപ്പോലെ നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കാൻ കഴിയുമോ? യേശുവിനോട് പറയാൻ കഴിയുമോ? യേശുവിന് കഴിയും. ഒരിക്കലും മറിയെ മധ്യസ്ഥയാക്കിയല്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിങ്കൽ ദേവാലയത്തിൻ്റെ തിരശ്ശീല 2ആയി കീറി അന്ന് വരെയുള്ള മറ ദൈവം നീക്കി. ഏത് സമയത്തും
ആമേ വചനം പറയുന്നു, ദൈവം ആമേ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഞാനും ഒരു കാലഘട്ടത്തിൽ ഓരോ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ആമേ മറിയയുടേതായിരിക്കുന്ന ആമേ അല്ലെങ്കിൽ ആ പ്രത്യേകമായിരിക്കുന്ന ഒരു സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയാണ്. അന്ന് എനിക്ക് തിരിച്ചറിവില്ലായിരുന്നു. പക്ഷെ വചനം വായിച്ചപ്പോൾ, എൻ്റെ കുടുംബത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മധ്യസ്ഥൻ വെള്ളം കൊടുത്ത് അദ്ദേഹത്തെ എല്ലാ ദിവസവും ഉടുപ്പിടിയിച്ചാൽ ജീവനോടിരിക്കുന്ന മനുഷ്യന് വെള്ളം കൊടുക്കാതെ, ജീവനോടിരിക്കുന്ന മനുഷ്യന് വേറൊന്നും കൊടുക്കാതെ ഇതിന് കൊടുത്തുകൊണ്ടിരുന്നാൽ എന്തു പ്രയോജനമാണ്? ആ വ്യക്തി ജീവനോടിരിക്കുമ്പോൾ ആ വ്യക്തിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ വ്യക്തിയെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, ആ വ്യക്തിയോടാണ് നാം ബഹുമാനം കാണിക്കേണ്ടത്. അതുകൊണ്ട് മനുഷ്യരാണെങ്കിൽ ഈ ഭൂമിയിൽ മരിച്ചു പോകും, നമ്മൾ ഈ ലോകം വിട്ടുപോകും. പക്ഷെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അന്നും ഇന്നും അനന്യനായി നിലകൊള്ളുന്നവരാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് മഹത്വം ജീവനോടിരിക്കുന്ന ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നാം പോകേണ്ടവരാണ്. ഈ ഭൂമിയിൽ നിന്നൊരു പുനർജന്മം നമുക്കിവിടെയില്ല. നമ്മൾ ജീവിച്ച് നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നമുക്കായിരിക്കാൻ കഴിയും. എന്നാൽ ഈ ലോകരാജ്യത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് വന്ന ദൈവവൈദ്യരെ നമുക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്. കാരണം നമ്മൾ സേവിക്കുന്ന യേശു ജീവനുള്ളവനാണ്, മരിച്ചു മൺമറഞ്ഞ ഒരാളെയല്ല. അതുകൊണ്ട് ജീവനോടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ടൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. പിതാവായ ദൈവം പഴയ നിയമകാലഘട്ടത്തിൽ തൻ്റെ പ്രവൃത്തി തൻ്റെ ജനത്തിലൂടെ ചെയ്തു വന്നു. അവർക്കാർക്കും പാപമോചനങ്ങൾക്കോ ദൈവത്തോട് നമ്മെ അടുപ്പിക്കാൻ കഴിയത്തില്ലെന്നറിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പിതാവായ ദൈവം, പുത്രനായ യേശു, കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അടയ്ക്കും. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് മൂന്നും ചെയ്യുന്നത് ഒറ്റ കാര്യമാണ്. എന്താണ്? ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ അവർക്ക് 3 സ്വഭാവമായിരിക്കും. ഒരു പക്ഷേ ഷേപ്പ് കൊണ്ടൊന്നായിരിക്കാം, പക്ഷെ 3 സ്വഭാവം. എന്നാൽ പിതാവായ ദൈവം ചെയ്തത് തന്നെ പുത്രനും ചെയ്യുന്നു, തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ. പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡൻസ് നൽകുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ നിത്യതയോളം അടുപ്പിക്കേണ്ടതിന്, നമുക്ക് വേണ്ടുന്ന വണ്ണം പ്രാർത്ഥിക്കേണ്ടതെന്നറിയാതെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കത്താൽ ആത്മാവ് താൻ തുണ നിൽക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോകും, നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞത്. ഈ ലോകത്തിലുള്ളവരെല്ലാം മൺമറഞ്ഞു പോയി. എന്നാൽ ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ നന്ദിയോടെ ഈ ദൈവത്തെ സേവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇന്നലെ നമ്മൾ റോമിൽ നിന്ന് നമുക്കൊരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പലരും അറിഞ്ഞു കാണും. അതായത് ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്, DDF എന്ന് പറയും, ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അങ്ങനെ ഒരു തിരുസംഘം, അതിന്റെ ഭാഗമായി മാറ്റർ പോപ്പുലി ഫിദേലീസ്, അത് ദ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ്, മറിയം വിശ്വാസികളുടെ അമ്മയാണ്. അങ്ങനെ ഒരു പ്രയോഗം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ആളുകൾ ഇപ്പൊ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കാലം മുതൽ തന്നെ അതിഭക്തരായ മരിയ ഭക്തരായ ആളുകൾ അവര് മാതാവിനെ സഹരക്ഷക ആയി പ്രഖ്യാപിക്കണം എന്നൊരു മുറവിളി ഉണ്ടായി. മാതാവ് സഹരക്ഷകയാണ്, ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ അത് കത്തോലിക്ക സഭയിലെ മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന 4 വിശ്വാസത്യങ്ങൾ AD 431 മാതാവ് ദൈവത്തിന്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു. പിന്നീട് 649 മാതാവ് നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു. പിന്നെ 1854 മാതാവ്
അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു. 1950 മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു. അപ്പം അത് 1950 നവംബർ 1 മുനിഫിച്ചെന്തിസിമുസ് ദേവൂസ് എന്ന ഡോക്യുമെന്റ് വഴി മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത്. അതിന് 75 വർഷം പൂർത്തിയായി. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു, മാതാവ് സഹരക്ഷകയല്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും. യേശു ഏകരക്ഷകൻ എന്ന ആ കാര്യത്തിന് തെറ്റുപറ്റും. അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അപദാനങ്ങൾ ചാർത്തിക്കൊടുക്കരുത് എന്ന് ഇന്നലെ ലയോ 14 പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം, മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം. ഇങ്ങനെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല, കത്തോലിക്ക സഭയില് ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്, വർഷിപ്പ്. അതിന് ലാറ്റിൻ വാക്ക് പറയുന്നത് ലാട്രിയ എന്നാണ്. ലാട്രിയ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും. LATRIA, ലാട്രിയ. ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ്. ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷനാണ്. അതിന് പറയുന്നത് വിശുദ്ധരില് ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മാതാവിനാണ്. അതുകൊണ്ട് അതിവണക്കം എന്ന് മലയാളത്തിൽ പറയും. ലാറ്റിനില് ഹൈപ്പർദൂളിയ. ദൂളിയ എന്നുള്ള വാക്കും DULIA, ദൂളിയ, ഹൈപ്പർദൂളിയ. യൗസേപ്പ് പിതാവിന് ഫ്രാൻസിസ് പാപ്പ തന്നെ പഠിപ്പിച്ചു, ആദ്യ വണക്കം യൗസേപ്പ് പിതാവിനും കൊടുക്കണം. അത് പ്രോട്ടോദൂളിയ. മറ്റു വിശുദ്ധർക്ക് വെറും ദൂളിയ എന്നുള്ള വാക്ക് മാത്രം. അപ്പൊ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്ക് ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ ചേരുവകകൾ എടുത്ത് വിശുദ്ധർക്ക് കൊടുക്കുന്നു. വിശുദ്ധര് ദൈവമല്ലല്ലോ, മാതാവ് ദൈവമല്ല. അപ്പൊ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിലെ കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോ ലയോ 14 പാപ്പ അടിവരയിട്ട് പറഞ്ഞു DDF, അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അതിലൂടെ ഈ ഒരു തിരുവെഴുത്ത് അത് സഭയുടെ ഡോക്ട്രിൻ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പലർക്കും അത് മനസ്സിലായി. ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, അച്ഛാ ഇതെന്താണ്, എന്റെ മാതാവിന്റെ മധ്യസ്ഥയാണ്, അയ്യോ ഇതൊക്കെ കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി, മാതാവ് മധ്യസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ്. ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഈശോയ്ക്ക്, 10% മാതാവിനോ? അത് ശരിയാകില്ല. മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% മാതാവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല. മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ. ഇത് നമ്മൾ ഏറ്റുപറയണം. ഇത് മാതാവ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത്. പ്രിയ ദൈവ പൈതലേ, നീയും നിന്റെ കുർബാനർപ്പണം വഴി, കുർബാന സ്വീകരണം വഴി, കുംഭസാരം വഴി ആകാശത്തിൻ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം, നീ പ്രഘോഷിക്കണം. നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല. കുർബാനർപ്പണം, കുർബാന സ്വീകരണം, കുംഭസാരം ഇതുവഴിയല്ലാതെ നിനക്ക്, പ്രിയ ദൈവ പൈതലേ, നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കുമോ? കൃത്യമായിട്ട് മരിയോളജി, ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാകും? അതിന്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും, യേശുക്രിസ്തു ഏക രക്ഷകനാണ്. അതാണ് നടപടി പുസ്തകം 4:12 പത്രോസ് വിളിച്ചു പറഞ്ഞു. തള്ളിപ്പറഞ്ഞവൻ, എനിക്കവൻ അറിയാലെന്ന് പറഞ്ഞവൻ 10 മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതിൽ വെള്ളം ചേർക്കരുത്. നമ്മൾ മാതാവിന് കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ,
ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏക രക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുക. അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ, നമ്മളത് വിശ്വസിച്ചേ പറ്റൂ, നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ. കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ്. അറിഞ്ഞവർക്കിനി പിന്നോക്കം പോകാൻ പറ്റുകയില്ല. ഇത് കർത്താവ്, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിനക്ക് കർത്താവ് നിന്റെ കർത്താവാകണം. നിനക്ക് കർത്താവിനും വേണം വേറെ ദുരാചാരങ്ങളും മറ്റു കാര്യങ്ങളും കൂടെ പിടിക്കണോ? നിനക്ക് കർത്താവിന്റെ അധികാരത്തിലും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടുപിടിക്കരുത്.